സാദിഖ് അലി തങ്ങൾക്കെതിരെ സമൂഹമാധ്യമത്തിൽ വ്യാജ ആരോപണമെന്ന പരാതിയിൽ കേസ്. മുസ്ലിം ലീഗ് പരാതിയിൽ മലപ്പുറം സൈബർ ക്രൈം പോലീസാണ് കേസെടുത്തത്. സാദിഖ് അലി തങ്ങളെ പിന്തുണച്ച് KT ജലീലും രംഗത്തെത്തി. സാദിഖ് അലി തങ്ങളെ അപമാനിക്കാനുള്ള ശ്രമങ്ങളിൽ കരുതിയിരിക്കണമെന്നാണ് ജലീലിന്റെ പോസ്റ്റ്. CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, ചില ദൃശ്യങ്ങളൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഫോട്ടോകളുമൊക്കെയാണ് പ്രചരിക്കുന്നത്. അത് വലിയ വിവാദമാക്കാനൊക്കെയുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനെതിരെ മുസ്ലിം ലീഗ് കോടതിയെ പോലീസിനെ സമീപിച്ച പശ്ചാത്തലമുണ്ട്. അത് വ്യാജ പ്രചരണമാണ് എന്ന തരത്തിൽ സ്ഥിരീകരണമായിട്ടുണ്ടല്ലോ, അല്ലേ? രഞ്ജിത്ത്, ഇന്നലെ വൈകുന്നേരമാണ് ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടിൽ സാദിഖ് അലി ശിഹാബ് തങ്ങളെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങളും അദ്ദേഹത്തിൻ്റെതെന്ന് കരുതാൻ കഴിയുന്ന തരത്തിലുള്ള 2 ചിത്രങ്ങളും സഹിതം ഒരു പോസ്റ്റ് സാമൂഹ്യ മാധ്യമത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. ഇത് പ്രചരിക്കാൻ തുടങ്ങിയ ഉടനെ തന്നെ ലീഗിൻ്റെ നേതാക്കൾ സൈബർ പോലീസിനെ സമീപിച്ചു. ഇക്കാര്യത്തിൽ അവർ പരാതിയും നൽകി. ആ പരാതിയിൽ സൈബർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അപകീർത്തിപ്പെടുത്തൽ, പ്രകോപനം സൃഷ്ടിക്കൽ, വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. അതിന് പുറമെ ഈ ഒരു അക്കൗണ്ടിൻ്റെ വിശദാംശങ്ങൾ തേടി അവർ മെറ്റയെ സമീപിച്ചിട്ടുണ്ട്. വിശദാംശങ്ങൾ നൽകാൻ മെറ്റയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ അക്കൗണ്ടിൽ മറ്റു പോസ്റ്റുകളൊന്നുമില്ല, ഇത് 2 ദിവസം മുൻപ് മാത്രമാണ് തുടങ്ങിയത് എന്നീ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി ഇവിടെ പങ്കുവെക്കേണ്ടതുണ്ട്. അതായത് ചില ഉദ്ദേശങ്ങൾ ഉള്ളതുപോലെ ഉദ്ദേശം വെച്ച് ഒരു അക്കൗണ്ട് തുടങ്ങി മറ്റു പോസ്റ്റുകളൊന്നും അതിൽ കണ്ടിട്ടില്ല. അപ്പോൾ അത്തരത്തിൽ ഒരു ദുരുദ്ദേശപരമായ ഒരു ലക്ഷ്യമാണ് ഈ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങിയതിന് പിന്നിലെന്നാണ് പ്രധാനമായിട്ടുള്ള വിലയിരുത്തൽ. ഇതിൻ്റെ പിന്നാലെ തന്നെ സൈബർ പോലീസിൽ പരാതി കൊടുത്തതിന് പിന്നാലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ ഉന്നത നേതാക്കൾ ഇക്കാര്യത്തിൽ ഫേസ്ബുക്ക് വഴി ആഹ്വാനങ്ങൾ നൽകിയിരുന്നു. ആദ്യം PK കുഞ്ഞാലിക്കുട്ടിയാണ് ഇക്കാര്യത്തിൽ ലീഗിൻ്റേതായിട്ടുള്ള ഒരു പ്രതികരണം പങ്കുവച്ചത്. ഒരു വ്യാജ ഐഡിയിൽ നിന്നും ഫേസ്ബുക്ക് വന്ന പോസ്റ്റിനെതിരെ പാർട്ടി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ അടിയന്തര ഇടപെടലാവണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സാദിഖ് അലി ശിഹാബ് തങ്ങളെ വ്യക്തിപരമായി തേജോവധം ചെയ്യാനുള്ള നീക്കത്തെ എന്ത് വില കൊടുത്തും പാർട്ടി നിയമപരമായി നേരിടുക തന്നെ ചെയ്യും. ഇത്തരം വ്യാജ പ്രചരണങ്ങളിൽ ആരും വഞ്ചിതരാകരുതെന്നായിരുന്നു PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. അദ്ദേഹമാണ് ആദ്യം ഫേസ്ബുക്ക് വഴി ഇത്തരത്തിലൊരു ആഹ്വാനം നടത്തിയത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ PMA സലാമും PK നവാസ്, അതുപോലെ തന്നെ PK ബഷീർ തുടങ്ങിയ ലീഗിൻ്റെ എല്ലാ പ്രധാന നേതാക്കളും ഈ ഒരു സന്ദേശം പങ്കുവച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലടക്കമുള്ള നേതാക്കളും ഈ ഒരു സംഭവത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. KM ഷാജി ഇത് അതിരുവിട്ട കളിയാണെന്ന ആഹ്വാനമാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഉന്നയിച്ചിരിക്കുന്നത്. ഈ വ്യാജ നിർമ്മാണങ്ങളുടെ ആസൂത്രകർ ഏത് കൊലകൊമ്പനായാലും അതിൻ്റെ കൊമ്പൻ്റെ പിണിയാളുകളായാലും നിങ്ങൾ രക്ഷപ്പെട്ടു പോകുന്ന വ്യാമോഹിക്കേണ്ട, നിങ്ങളെ പൂട്ടുക തന്നെ ചെയ്യുമെന്നാണ് ഷാജിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. അതുപോലെ തന്നെ PK നവാസിൻ്റെ പോസ്റ്റിലാണെങ്കിൽ ഇത് ഒരു AI വഴി നിർമ്മിച്ച ഫോട്ടോ ആണ് എന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ PK നവാസ് ഇക്കാര്യം പറയുന്നത്. അങ്ങനെ ലീഗിൻ്റെ നേതാക്കളും UDF നേതാക്കളും എല്ലാം ഒരുപോലെ പ്രതിരോധിക്കുന്ന ഘട്ടത്തിലാണ് ഇന്ന് രാവിലെ KT ജലീലും ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായമായി രംഗത്ത് നിന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഇതിനെ അപലപിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. സാദിഖ് അലി തങ്ങളെ വ്യക്തിപരമായിട്ട് പണ്ട് മുതലേ അറിയാം. അദ്ദേഹം സീനിയറായി ചേളാരിയിൽ എൻ്റെ കൂടെ ഒരുമിച്ച് പഠിച്ചവരാണ്. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി എൻ്റെ ക്ലാസ്മേറ്റാണ്. ഇത്തരത്തിൽ AI ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള വ്യാജമാണ്. ഏത് മാനനെയും മോശക്കാരനാക്കാൻ ഇതുപോലുള്ള വഴികൾ സ്വീകരിക്കുന്നവർ മഹാപരാധം മാപ്പർഹിക്കാത്തതാണ് തുടങ്ങി അദ്ദേഹത്തിനുള്ള പിന്തുണയുമായിട്ടാണ് KT ജലീലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുള്ളത്. VS ജോയും സമാനമായ രീതിയിൽ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. പാണക്കാട് എന്നത് വികാരമല്ല, അതൊരു പേരല്ല, അതൊരു വികാരമാണ് എന്ന് പറഞ്ഞ് പല്ലും നഖവും ഉപയോഗിച്ചതിനെ ചെറുക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്. അങ്ങനെ UDF മുന്നണിയും അതുപോലെ തന്നെ LDFിലെ ഉന്നത നേതാക്കളൊക്കെ ഈ ഒരു നീക്കത്തെ അപലപിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. സൈബർ പോലീസ് ഇക്കാര്യത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മെറ്റയിൽ നിന്നുള്ള വിശദാംശങ്ങൾ ലഭിച്ച ശേഷമേ ഈ അക്കൗണ്ടിന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. എന്നാണെങ്കിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തും സമാനമായ രീതിയിലുള്ള പല പ്രചരണങ്ങളും സാമൂഹ്യ മാധ്യമങ്ങൾ വഴി നടന്നിരുന്നു. പല നേതാക്കളെയും വ്യക്തിഹത്യ ചെയ്യാനുള്ള നീക്കങ്ങൾ നടന്നിരുന്നു. അതേപോലെ തന്നെ ഉള്ള ഒരു ശ്രമമായിട്ടാണ് ഈ ഇദ്ദേഹത്തിനെതിരായിട്ടുള്ള ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഈ ആരോപണങ്ങളെ കാണുന്നത്. തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും ലീഗ് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ട്, കേസെടുത്തിട്ടുണ്ട്, അന്വേഷണം നടത്തും എന്നുമാണ് മനസ്സിലാക്കേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.